السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം വന്നതോടുകൂടെ റജബിൻ്റെ വലിയ പോരിശകളും മഹത്വങ്ങളുമാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. റജബിൻ്റെ പരിശുദ്ധത പറയാൻ വേണ്ടി, പോരിശ പറയാൻ വേണ്ടി, മഹത്വം പറയാൻ വേണ്ടി മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു. തബീനുൽ അജബി ബിമാ വറദ ഫീ ഫദ്ലി റജബ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഹദീസിലും മറ്റും വന്ന മഹത്വങ്ങളും ശ്രേഷ്ഠങ്ങളും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഗ്രന്ഥം. അതുതന്നെ മതി റജബ് മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള, ലോകത്തെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥമാകുന്ന സ്വഹീഹുൽ ബുഖാരിക്ക് ഫതുഹുൽ ബാരി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ വ്യാഖ്യാനം എഴുതിയ പ്രഗത്ഭ പണ്ഡിതൻ മഹാനവറുകൾ റജബ് മാസത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഒരു ഗ്രന്ഥം എഴുതി എന്നത് തന്നെ റജബ് മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തരാൻ ധാരാളമാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, റജബ് മാസത്തിന് നമ്മൾ പറയുന്ന റജബ് എന്ന പേരിന് പുറമെ 17 പേരുകളുണ്ട്. ടോട്ടൽ 18 പേരുകൾ റജബ് മാസത്തിനുണ്ട്. കിതാബുകളിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു സംഗതിക്ക് അറബിയിൽ പേര് കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ആ സാധനത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുകളുണ്ട് എന്ന് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് അല്ലാഹു തആലയുടെ ഒരു മഹത്വമാണ്, 99 നാമങ്ങളുള്ളവൻ. അതുപോലെ റജബ് മാസത്തിന് 18 നാമങ്ങളുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ട് അതിലാദ്യമായി പറയുന്ന പേരാണ് റജബ് എന്ന് പറയുന്നത്. എന്താണ് റജബ് മാസത്തിന് റജബ് എന്ന് പേര് വെക്കാനുള്ള കാരണം? 18 പേരുകൾ വെക്കാനുള്ള കാരണവും ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഫതുഹുൽ മുഈനിൽ റമളാനും മുഹറമും കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് റജബ് മാസത്തിലെ നോമ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഹാശിയിൽ പറഞ്ഞു, റജബ് എന്നത് മുസ്തഖും മിന തർജീബ്. തർജീബ് എന്ന വാക്കിൽ നിന്ന് പിടിച്ചിട്ടാണ് റജബ് എന്ന പേര് അറബികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താ തർജീബ് എന്ന വാക്കിൻ്റെ അർത്ഥം? അത്തഅളീം, ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെയാണ് തർജീബ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് റജബിന് പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ റജബ് എന്ന പേരിൻ്റെ അർത്ഥം ആദരവ്, ബഹുമാനം എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് റജബ് മാസത്തിന് മാത്രം അങ്ങനെ അർത്ഥം വരുന്നൊരു പേര് വരാൻ കാരണം? അതും തൊട്ടപ്പുറത്ത് തന്നെ ഫതുഹുൽ മുഈനിൻ്റെ ആശയിൽ പറഞ്ഞു, ലിഅന്നൽ അറബ കാനത തഅളിമുഹു അലാ ഗൈരിഹി. മറ്റു ഇതര മാസങ്ങൾക്ക് കൊടുക്കാത്ത വലിയ ആദരവും ബഹുമാനവും അറബികൾ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പേ ജാഹിലിയ കാലത്ത് തന്നെ റജബ് മാസത്തിന് കൽപ്പിച്ചിരുന്നു. റജബ് മാസം വന്നു കഴിഞ്ഞാൽ ജാഹിലിയ കാലത്ത്, ഇസ്ലാം വരുന്നതിന് മുമ്പേ അറബികൾ യുദ്ധങ്ങളെല്ലാം മാറ്റിവെച്ച് സമാധാനത്തിൻ്റെ അന്തരീക്ഷം നാട്ടിലുടനീളം വ്യാപകമായി എല്ലാ ആയുധങ്ങളും വലിച്ചെറിഞ്ഞ് ജനങ്ങൾക്കിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തിയിരുന്നു. അതുകൊണ്ട് റജബ് എന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വലിയ ആദരവ് കിട്ടിയ മാസമായതുകൊണ്ടാണ് അതിന് റജബ് എന്ന് പേര് വെക്കാൻ കാരണം. എന്നിട്ട് മഹാനവറുകൾ ഒരുപാട് ഹദീസുകൾ റജബുമായി ബന്ധപ്പെട്ടത് ഉദ്ധരിക്കുന്നുണ്ട് ആ കിതാബുകളിൽ. അതിൽ ഫസ്റ്റത്തെ ഒരു ഹദീസ് മാത്രമേ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, ഒരു ദിവസം നബിയെ, തങ്ങൾ എന്താണ് മറ്റു മാസങ്ങളിലെല്ലാം അനുഷ്ഠിക്കുന്ന നോമ്പിനേക്കാളും കൂടുതൽ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കാൻ കാരണം? ശഅബാൻ എന്ന് പറഞ്ഞാൽ റജബ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള മാസം. എന്താ നബിയെ തങ്ങൾ ശഅബാനിൽ ഇത്രയധികം നോമ്പെടുക്കാൻ കാരണമെന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു തങ്ങളോടൊരു സംശയം ചോദിക്കുന്നുണ്ട്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലേക്ക് കൊടുക്കുന്ന മറുപടി, ദാക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ഈ ശഅബാൻ റജബിൻ്റെയും റമളാൻ്റെയും ഇടയിൽ കുടുങ്ങിയിട്ട് ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. കൂടുതൽ ആളുകൾക്ക് അശ്രദ്ധ പറ്റുന്നു, കൂടുതൽ ഗഫലത്ത് പറ്റുന്നു. അതുകൊണ്ട് റജബിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആളുണ്ട്, റമളാനിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആളുണ്ട്. അത് രണ്ടിൻ്റെയും ഇടയിൽ പെട്ടുപോയ ശഅബാൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ നോമ്പെടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ പേരിലെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ശഅബാനിൽ ഞാൻ കൂടുതൽ നോമ്പെടുക്കാൻ കാരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു, അവിടെ നബി തങ്ങൾ പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. എന്താ? റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിൽ എന്ന് പ്രത്യേക നബി തങ്ങൾ പറഞ്ഞല്ലോ, അതൊരു തരം വർത്താനാണ്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, വഫീഹി ഇശ്ആറുൻ ബിഅന്ന ഫീ റജബ മുശാബഹത്തും ബിറമളാൻ, തീർച്ചയായും റമളാൻ മാസത്തിനോട് വലിയ സാദൃശ്യം റജബിനുള്ളതുകൊണ്ടാണ് ബൈന റജബിം റമളാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം. റമളാനിനോട് നബി തങ്ങൾ ചേർത്ത് പറഞ്ഞത് റമളാനിനോട് വലിയ സാദൃശ്യത, വലിയ തുല്യത, സമാനത വിശുദ്ധ റജബ് മാസത്തിനുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട്? റജബിന് റമളാനിനോട് മുശാബഹത്തുണ്ടായി. അന്നന്നാസ യസ്തഗിലൂന ഫീഹി ബിമാ യസ്തഗിലൂന ബിറമളാൻ, റമളാൻ മാസത്തിൽ ചെയ്തിരുന്ന ശുഗലുകളെല്ലാം റജബിലും സഹാബത്ത് ചെയ്തിരുന്നു. അവർ കൂടുതൽ നോമ്പെടുത്തിരുന്നു, അവർ കൂടുതൽ ഖുർആൻ ഓതിയിരുന്നു, കൂടുതൽ പള്ളിയിൽ ഈത്തിക്കാഫിരുന്നു. അതുകൊണ്ട് തന്നെ റജബിൽ അവർക്ക് ഗഫലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ശഅബാനിൽ ഗഫലത്ത് പറ്റുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് മനസ്സിലാക്കാമല്ലോ, റജബിലും റമളാനിലും സഹാബത്തിനിക്ക് ഒരു ഗഫലത്തും ഉണ്ടായിരുന്നില്ല. അവർ സജീവമായി റമളാനിനെ ഹയാത്താക്കിയതുപോലെ റജബ് മാസത്തെയും അവർ സജീവമായ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയിരുന്നു എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ സ്വഹാബത്ത് അത്രത്തോളം റജബിന് റമളാനിന്റെ അതേ പുണ്യവും അതേ പ്രാധാന്യവും കൽപ്പിച്ചിരുന്നു എന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നത്. അപ്പോൾ റമളാനിലേക്ക് ഒരുങ്ങണമെങ്കിൽ റജബിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരുങ്ങണം. ശഅബാൻ വരുമ്പോൾ ഒന്നും കൂടി ഉഷാറാവണം. അതാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളെ കേൾപ്പിച്ചത്. മഹാനായ അബൂബക്കർ വറാഖ് തങ്ങൾ പറഞ്ഞു, റജബ് എന്ന് പറയുന്നത് അത് കൃഷി ചെയ്യേണ്ട മാസമാണ്, വിത്ത് വിതറേണ്ട മാസമാണ്. തൊട്ടടുത്തുള്ള ശഅബാൻ മാസമോ ആ വിത്ത് വിതറിയത് മുളച്ചു വരുമ്പോൾ അതിന് വെള്ളം കൊടുക്കേണ്ട മാസമാണ്. റമളാൻ വന്നാൽ പിന്നെ വിത്ത് വിതരാനുമില്ല, വെള്ളം നനക്കാനുമില്ല. ഹിസാദു സർഅ്, കൃഷി കൊയ്തെടുക്കേണ്ട മാസമാണ്. അപ്പോൾ റമളാൻ കൊയ്ത്തിന്റെ മാസമാവണമെങ്കിൽ അതിന് 2 മാസം മുന്നേ ഒരുങ്ങി തയ്യാറാവണം. ഏറ്റവും പ്രധാനമായി നമ്മൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ്. മനുഷ്യ സഹജമായ തെറ്റുകൾ ധാരാളം വന്നു പോകും. എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് പൂർണ്ണമായി റമളാനിലേക്ക് ഒരുങ്ങണം. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ലാഹ് ലതായിഫുൽ മആരിഫിൽ പറഞ്ഞു, റജബ് മാസം മനുഷ്യൻ തെറ്റുകളിൽ നിന്നെല്ലാം തൗബ ചെയ്ത് മടങ്ങേണ്ട മാസമാണ്. ബയ്യളു സഹീഫതക സൗദാഅ ഫീ റജബി ബിൽ അമലി സ്വാലിഹിൽ മുൻജി മിനൽ ലഗബി. മഹാനവറുകൾ പറഞ്ഞു, നിന്റെ തെറ്റുകളുടെ ആധിക്യം കൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഏടുകൾ കറുത്ത് ഇരുണ്ടുപോയിട്ടുണ്ട്, തെറ്റുകൾ നിറഞ്ഞുപോയിട്ടുണ്ട്. ആ തെറ്റുകളാൽ നിറഞ്ഞുപോയ നിന്റെ ഏടുകളെ മുഴുവനും ഈ വിശുദ്ധ റജബ് മാസത്തിൽ നീ നന്മകൾ ധാരാളം ചെയ്ത് വെളുപ്പിക്കാൻ നോക്ക്. എന്തുകൊണ്ട്? അൽ മുൻജി മിനൽ ലഹബി, ആ നന്മകൾ മാത്രമേ നിന്നെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരുള്ളൂ. വേറെ ഒരു ശക്തിക്കും നിന്നെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തെറ്റുകളാൽ കറപുരണ്ടു പോയ നിന്റെ മനസ്സും ശരീരവും വിശുദ്ധ റജബ് മാസത്തിൽ നന്മകൾ കൂടുതൽ ചെയ്തുകൊണ്ട് വെളുപ്പിക്കാൻ ശ്രദ്ധിച്ചോ എന്ന് ലതായിഫുൽ മആരിഫിൽ മഹാനായ ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ലാഹ് പാടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട മാസമാണ് റജബ് എന്ന് പല മഹാന്മാരും, വന്യയിൽ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങേണ്ട മാസമാണ് റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും റമളാനിനെ വേണ്ട പോലെ ആദരിക്കാനും ബഹുമാനിക്കാനൊക്കെ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.